ഹായ് നമസ്കാരം. ശ്രീ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾ ചിക്കൻ പക്കവട, അതേപോലെ തന്നെ കോളിഫ്ലവർ വെച്ചുള്ള പക്കവട, അങ്ങനെയുള്ള വെറൈറ്റി ആയിട്ടുള്ള പക്കവട ഒക്കെ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് ആദ്യമായിട്ട് മിക്സഡ് വെജിറ്റബിൾ പക്കവട ചെയ്യുകയാണ്. ഇതിൽ ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾ നുറുക്കിയ ബീട്രൂട്ട്, നുറുക്കിയെടുത്ത ക്യാരറ്റ്, ക്യാബേജ്, കുറച്ച് ബീൻസ്, ഇത്രയും നമ്മൾ സ്ലൈസ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നമ്മൾ നുറുക്കി വെച്ച വെജിറ്റബിൾ ഒരു പാത്രത്തിലേക്ക് മുഴുവനും ഇടുക. അതിലേക്ക് ഒരു 250 ഗ്രാം മൈദ മാവ് ചേർക്കുക. അതിൻ്റെ കൂടെ ഒരു 100 ഗ്രാം കോൺഫ്ലവർ അതും ചേർക്കുക. ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, കുറച്ച് മസാലപ്പൊടി ചേർക്കുക. ഗരം മസാലയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ഇതിൽ കൂടാതെ തന്നെ ഞാൻ ടേസ്റ്റിന് വേണ്ടി ചിക്കൻ ക്യൂബ് അത് ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. 2 ക്യൂബ് ഞാൻ ഇതിൽ ടേസ്റ്റിന് വേണ്ടി ചേർത്തിട്ടുണ്ട്. നമ്മൾ അതിന് ശേഷം നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക. മുഴുവനായിട്ടും അതിൽ പിടിക്കാൻ വേണ്ടി മാത്രമാണ് നല്ല മിക്സ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇത് ക്രിസ്പിയായിട്ട് കിട്ടാനും മാവ് എണ്ണയിലേക്ക് ഈ വെജിറ്റബിൾ ഇടുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാനും ഇതിൻ്റെ കൂടെ ഒരു മുട്ടയോ അല്ലെങ്കിൽ കുറച്ച് തൈരോ നമുക്ക് ചേർക്കാവുന്നതാണ്. ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇനി കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. കട്ടി പാടില്ല, നല്ല ലൂസായിട്ടുള്ള രീതിയിൽ തന്നെയാണ് അത് ചെയ്യേണ്ടത്. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഫുഡ് കളർ, റെഡ് കളർ ചേർക്കാവുന്നതാണ്. പക്ഷേ ഞാനത് ഉപയോഗിക്കുന്നില്ല. വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ കളർ വേണ്ട എന്ന് വെച്ചാണ് ചെയ്യുന്നത്. കടകളിൽ ചെയ്യുമ്പോൾ അവർ കളറൊക്കെ ചേർക്കുന്നുണ്ട്. നമുക്ക് നാച്ചുറലായിട്ടുള്ള രീതിയിലുള്ള ഫുഡ് മതി എന്നുള്ളത്. കുട്ടികൾക്ക് നമുക്കൊരു 4 മണിക്കൊക്കെ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന എളുപ്പ വീട്ടിലുള്ള മലക്കറിയൊക്കെ വെച്ച് ചെയ്യാവുന്നതാണ്. ഇത് മാത്രമല്ല, വേറെ ഏത് വെജിറ്റബിൾ വേണമെങ്കിലും നമുക്കിതിൽ ചേർക്കാവുന്നതാണ്. നല്ല രുചിയായിരിക്കും. ഇനി നമ്മളൊരു പാന് അടുപ്പത്ത് വെച്ചതിന് ശേഷം തീ കൊടുത്ത് കത്തിക്കുക. അതിന് ശേഷം അതിലേക്ക് നമുക്ക് പാചക എണ്ണ, വെളിച്ചെണ്ണ ആയാലും വേറെ ഏതെങ്കിലും എണ്ണ ആയാലും കുഴപ്പമില്ല. ഇത് സൺഫ്ലവർ ഓയിലാണ് ഇത് ചേർത്തിട്ടുള്ളത്. എണ്ണ ഇനി തിളച്ച് വരാനുള്ള താമസം. തിളച്ച് നോക്കാം. അതിൽ നിന്ന് ഒരു പീസ് ഇട്ട് നോക്കി അതിനുശേഷം ഇതേപോലെ പെരുത്തി നമ്മൾ ഏകദേശം 10 മിനിറ്റ് വെച്ചതിന് ശേഷം മാത്രമാണ് ഈ വെജിറ്റബിൾ മിക്സ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. ഒരു 6-7 മിനിറ്റ് കൊണ്ട് നമുക്കിത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടും. വറുത്ത് കോരാവുന്നതാണ്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുമ്പോൾ അത് ഒട്ടി പിടിച്ചിരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ഇരിക്കുന്ന ചട്ടുകം വെച്ച് അല്ലെങ്കിൽ സ്പൂൺ വെച്ച് നമ്മൾ നന്നായിട്ട് അതിനെ പൊടിച്ചു കൊടുക്കേണ്ടതാണ്.
ഇതൊക്കെ ഏകദേശം നല്ല ഒരു ഇതായിട്ടുണ്ട്. കുറച്ചുകൂടെ ബ്രൗൺ നിറമായതിന് ശേഷം നമുക്കിത് കോരിയെടുക്കാവുന്നതാണ്. വീട്ടിലെ കുട്ടികൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു വൈകുന്നേരത്തെ ഒരു പലഹാരമാണ്. എല്ലാവരും ഇത് പരീക്ഷിക്കണം, ചെയ്തു നോക്കുക, ഇഷ്ടപ്പെടും. ഇത് നല്ല പാകമായിട്ടുണ്ട്. അതിനെ കോരി വേറൊരു പാത്രത്തിലേക്ക് എണ്ണ ഊറി വരാൻ മാറ്റി വയ്ക്കാവുന്നതാണ്. ഇവർ വിചാരിക്കും ഇതിൽ ക്യാബേജ് ഒക്കെ സാധാരണ ചെയ്തു വരുന്നതാണ്. ബീട്രൂട്ട്, ക്യാരറ്റ് ഇതെല്ലാം ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വെന്ത് വരുമോ എന്നുള്ളൊരു സംശയമാണ്. പക്ഷെ നല്ല വെന്ത് ക്രിസ്പി ആയിട്ടുണ്ടത്, കഴിക്കാനും നല്ല രുചിയായിരിക്കും. ഇത് രണ്ടാമതും ഉണ്ടായിരുന്നു, കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അത് രണ്ടാമത് റെഡിയാക്കി എന്നിട്ട് വേവിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾ മിക്സ് പക്കോട റെഡിയായിട്ടുണ്ട്. ഇനിയും നല്ല നല്ല വിഭവങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് ചെയ്തേക്കണേ.